അങ്കമാലി മുക്കന്നൂർ കൂട്ടക്കൊലക്കേസിൽ ശിക്ഷാവിധി ഇന്ന് പ്രതി ബാബു നടത്തിയത് അതിക്രൂര കൊലപാതകമാണെന്നും പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. 2018 ഫെബ്രുവരിയിലാണ് ഒരു കുടുംബത്തിലെ 3 പേരെ ഇയാൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. അങ്കമാലി മൂക്കന്നൂർ സ്വദേശിയായ ശിവൻ, ഭാര്യ വത്സല, മകൾ സ്മിത എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി. 2018 ഫെബ്രുവരി 11-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതി ബാബു സഹോദരനായ ശിവനെയും കുടുംബത്തെയും ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അക്രമം തടയാൻ ശ്രമിച്ച സ്മിതയുടെ ഇരട്ടക്കുട്ടികളെയും പ്രതി വെട്ടി പരിക്കേൽപ്പിച്ചു. കൃത്യത്തിനു ശേഷം കൊരട്ടിയിലെ ക്ഷേത്രക്കുളത്തിൽ സ്കൂട്ടറുമായി ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച പ്രതിയെ നാട്ടുകാരും പോലീസും ചേർന്നാണ് പിടികൂടിയത്. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് പിന്നിൽ. പ്രതി ബാബു മറ്റൊരു സഹോദരന്റെ ഭാര്യയെയും കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു. കൊലപാതകം നടത്താൻ ഇവർ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ചെന്നിരുന്നെങ്കിലും പിന്നീട് ബാബു ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കൊല്ലുകയെന്ന ലക്ഷ്യത്തോടെ പലവട്ടം 3 പേരുടെയും തലയ്ക്കും പിന്നിലും വെട്ടി. മരിച്ച വത്സലയുടെ തലച്ചോറ് പുറത്തുവന്ന നിലയിലായിരുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതി ബാബു മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ജയിലിലെ നല്ല നടപ്പ് പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതിഭാഗം വാദം ഉന്നയിച്ചു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറയുക. ജനം, കൊച്ചി.